ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡ്രോയിങ് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു ഡ്രോയിങ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഏത് വരയ്ക്കണമെന്ന് എനിക്കറിയത്തില്ലാതെ ഞാൻ നിൽക്കുവാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കമൻറ്റ് ചെയ്ത് ഒരുപാട് ഡ്രോയിങ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എന്താ പറയുക, അവരൊന്ന് കമൻറ്റ് നോക്കി അങ്ങനെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഫുള്ളായിട്ട് കമൻറ്റ് നോക്കി തന്നെ വരച്ചുകൊണ്ടിരിക്കേണ്ടേ വരും. അതായത് ഒരു ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അടുത്ത കമൻറ്റ് വരും. അപ്പോൾ അത് നോക്കി വരയ്ക്കണം. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അതായത് നമ്മൾ അതിനുവേണ്ടി തന്നെ നമ്മൾ ഒരുപാട് സമയം നമുക്ക് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ ഞാൻ കൂടുതലായിട്ടും ഡ്രോയിങ് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള ട്യൂട്ടോറിയൽസ് വീഡിയോസ് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഡ്രോയിങ്ങിൻ്റെ A to Z കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അല്ലെങ്കിൽ ട്യൂട്ടോറിയലായിട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള വീഡിയോസ് കൂടുതലായിട്ടും ചെയ്യാനാണ് ഞാൻ ഇനി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിങ്ങനെ വരച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനൊരു അവസരം ഉണ്ടാകത്തില്ല. വീണ്ടും വീണ്ടും കമൻറ്റ് വരുന്നതനുസരിച്ച് വരച്ച് പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരുപാട് കമൻറ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിയിരുന്ന് വരയ്ക്കുന്നതുകൊണ്ട് എനിക്ക് കണ്ണിന് ചെറിയ വേദനയും കാര്യങ്ങളും അല്ലെങ്കിൽ തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഞാനൊരു കണ്ണാടി വെച്ചുകൊണ്ടാണ് വരയ്ക്കുന്നത്. എന്നാൽ പോലും കുറേ നേരം ഇത് കഴിഞ്ഞിട്ടേക്ക് നമുക്ക് സ്ട്രെയിൻ ആകുന്നുണ്ട്. അപ്പം അതും ഒരു കാരണം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ ഒരുപാട് പേര് കമൻറ്റുകൾ ഒരു പരാതി പോലെ പറയുന്നുണ്ട്, എന്താണ് വരയ്ക്കാത്തതെന്ന് ചോദിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ പല കമൻറ്റിനും എനിക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതുപോലെയൊക്കെ വരച്ച് നോക്കുക. പ്രാക്ടീസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് വരച്ചെടുക്കാവുന്നുള്ളൂ, അല്ലെങ്കിൽ പഠിക്കാവുന്നുള്ളൂ. അപ്പം വലിയ ഒരു ആർട്ടിസ്റ്റാക്കി മാറ്റിയില്ലെങ്കിൽ പോലും എന്നെപ്പോലെ അത്യാവശ്യം നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഒരു പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടാൽ മതി, വരച്ച് നോക്കിയാൽ മതി. എന്തൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക. മെസ്സേജായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ കമൻറ്റായിട്ട് വേണമെങ്കിൽ ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ വരയ്ക്കുന്നതായിരിക്കും. നമ്മളെപ്പോഴും വരയ്ക്കുന്നില്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇടയ്ക്ക് നിങ്ങൾ കമൻറ്റ് നോക്കിയിട്ട് ഞാൻ വരയ്ക്കുന്നതായിരിക്കും. ഇടയ്ക്ക് നമ്മളൊരു ഡ്രോയിങ് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. അത് അല്ലാതെ നമുക്ക് വേറെ വർക്കും വരുന്നുണ്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇതിനിടയ്ക്ക് നമുക്ക് ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും എന്താ പറയുക, നമുക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ട്രെയിൻ ആവുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ നമ്മൾ ലേറ്റ് ആവുന്നുണ്ട് ഇപ്പം. പിന്നെ ഈ പറഞ്ഞ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് എല്ലാ വീഡിയോയിലും കാര്യങ്ങളൊന്നും പറഞ്ഞ് തന്ന് വീഡിയോ ഇടാൻ സാധിക്കാറില്ല. ചില സമയത്ത് ഞാൻ അല്ലാണ്ട് മ്യൂസിക് ഇട്ടാണ് വീഡിയോ ഇടാറ്. അതിപ്പോൾ നമുക്ക് മഴയൊക്കെ ആണെങ്കിൽ അതിനുള്ള ഒരു വോയിസും കാര്യമൊന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. പുറത്തുനിന്നുള്ള നോയ്സൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ചില വീഡിയോയിൽ ഞാൻ മ്യൂസിക് ആഡ് ചെയ്യുന്നത്. ഇപ്പോഴും കുറേയൊക്കെ നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് ഉള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളൊന്ന് കമൻറ്റ് അറിയിക്കുക കേട്ടോ. എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറയുക. എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം ഒരുപാട് കമൻറ്റിങ് വരുന്നുണ്ട്, നമുക്കത് നോക്കി ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല ഇപ്പം. അതാണ് സത്യമുള്ള കാര്യം. അപ്പം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയുക. ഡ്രോയിങ് പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള വീഡിയോസ് ഇട്ട് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ ചുമ്മാ വരച്ച് പോയാൽ മതിയെങ്കിൽ ഈ പറയുന്നത് നമുക്ക് സമയം പോലെ വരയ്ക്കാം. അല്ലാണ്ട് പെട്ടെന്ന് വരയ്ക്കാണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോരാ, നിങ്ങൾ ഇതിലിടുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾ വരച്ചിട്ട് നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രോയിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ.